പാലാ കടപ്പാട്ടൂർ ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ 66ാമത് വിഗ്രഹ ദർശന വാർഷിക ദിനാഘോഷം ജൂലൈ 14 ചൊവ്വാഴ്ച വിപുലമായ പരിപാടികളോടെ നടക്കും. ചടങ്ങുകൾക്ക് തന്ത്രി ബ്രഹ്മശ്രീ പരമ്പൂരില്ലത്ത് നീലകണ്ഠൻ നാരായണൻ ഭട്ടതിരിപ്പാട്, മേൽശാന്തി പ്രേംകുമാർ എസ് പോറ്റി എന്നിവർ മുഖ്യ കാർമ്മികത്വം വഹിക്കും. അന്നേ ദിവസം പുലർച്ചെ 4:30 പള്ളി ഉണർത്തലോടെ പൂജാകർമ്മങ്ങൾക്ക് തുടക്കമാകും. തുടർന്ന് 6 മണി മുതൽ ധാരാനാമജപം തുടങ്ങും. രാവിലെ 9:30 സ്വാമി വീതസംഗാനന്ദ മഹാരാജ് ഭദ്രദീപം തെളിയിക്കുന്നതോടെ മഹാപ്രസാദമൂട്ടിന് തുടക്കമാകും. പ്രസാദ വിതരണത്തിന്റെ ഉദ്ഘാടനം പാലാ ഡിവൈഎസ്പി കെ സദൻ നിർവഹിക്കും. വിശേഷാൽ പൂജകൾ, അഭിഷേകങ്ങൾ, ധാരാനാമജപം, മഹാപ്രസാദമൂട്ട് തുടങ്ങിയ ചടങ്ങുകൾക്ക് മന്ത്രി ബ്രഹ്മശ്രീ പറമ്പൂരില്ലത്ത് നീലകണ്ഠൻ നാരായണൻ നമ്പൂതിരിപ്പാട്, മേൽശാന്തി പ്രേംകുമാർ എസ് പോറ്റി എന്നിവർ മുഖ്യ കാർമ്മികത്വം വഹിക്കും. ക്ഷേത്രത്തിലെത്തുന്ന ഭക്തജനങ്ങൾക്കായി 501 പറ അരിയുടെ വിഭവങ്ങളാണ് മഹാപ്രസാദമൂട്ടിനായി തയ്യാറാക്കുന്നത്. കൂടപ്പുലം ശ്രീകുമാറിന്റെ നേതൃത്വത്തിലുള്ള ആദിത്യ കേറ്ററിംഗ് ആണ് വിഭവങ്ങൾ ഒരുക്കുന്നത്. ഇതിനോടനുബന്ധിച്ച് 150 കിലോ ശർക്കരയുടെ പ്രസാദ വിതരണവും ഉണ്ടായിരിക്കും. ഉച്ചയ്ക്ക് 2:30 വിശേഷാൽ ദീപാരാധനയ്ക്ക് ശേഷം 2:45 പഞ്ചാരിമേളം അരങ്ങേറ്റം കുറിക്കും. തുടർന്ന് ശിവാനന്ദ ലഹരി, സ്തോത്രപാരായണം, കൈകൊട്ടിക്കളി, കുച്ചിപ്പുടി, വീരനാട്യം എന്നിവയും രാത്രി 8 മണിക്ക് ഫ്യൂഷൻ തരംഗവും നടക്കും. സാധാരണ ശിവക്ഷേത്രങ്ങളിൽ ശിവലിംഗ പ്രതിഷ്ഠയാണെങ്കിൽ ഇവിടെ ദക്ഷിണാമൂർത്തി ഭാവത്തിൽ ശിവഭഗവാന്റെ ശാന്ത സ്വരൂപമായ പ്രതിഷ്ഠയാണുള്ളത്. ഏഷ്യ ഭൂഖണ്ഡത്തിലെ ഏക ശിവക്ഷേത്രം എന്നുള്ളത് കടപ്പാട്ടൂർ ക്ഷേത്രത്തിന്റെ സവിശേഷതയുമാണ്. അഭീഷ്ട കാര്യസിദ്ധി, വിദ്യാവിജയം, വിവാഹ തടസ്സങ്ങൾ മാറൽ എന്നിവയ്ക്കായി വിവിധ ദ്രവ്യങ്ങൾ കൊണ്ടുള്ള ധാര, അഷ്ടാഭിഷേകം, ചന്ദനം ചേർത്ത് ഉമാമഹേശ്വര പൂജ, സ്വയംവരാർച്ചന, വിദ്യാഗോപാല മന്ത്രാർച്ചന, ചതുശത നിവേദ്യം എന്നീ വഴിപാടുകൾ പ്രധാനമാണ്. ദർശന ദിനാഘോഷം ജൂലൈ 14 കടപ്പാട്ടൂർ ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ വിഗ്രഹ ദർശന ദിനാഘോഷം ജൂലൈ 14 ചൊവ്വാഴ്ച നടക്കും. വിശേഷാൽ പൂജകൾ, അഭിഷേകങ്ങൾ, ധാരനാമജപം, മഹാപ്രസാദമൂട്ട് എന്നീ ചടങ്ങുകൾക്ക് തന്ത്രി പറമ്പൂരില്ലത്ത് നീലകണ്ഠൻ നാരായണൻ ഭട്ടതിരിപ്പാട്, മേൽശാന്തി പ്രേംകുമാർ എസ് പോറ്റിയും മുഖ്യ കാർമ്മികത്വം വഹിക്കും. പൂർണ്ണ ശിവസാന്നിധ്യത്തോടെ ദക്ഷിണാമൂർത്തി സങ്കല്പത്തിൽ കൊടികൊള്ളുന്ന ഈ ക്ഷേത്രസന്നിധി അഭീഷ്ടകാര്യസിദ്ധി, വിദ്യാവിജയം, വിവാഹ തടസ്സങ്ങൾ നീങ്ങുന്നതിനും ദീർഘമംഗല്യത്തിനും സർവ്വദുരിതങ്ങൾ നീങ്ങുന്നതിനും ഉത്തമമായ സങ്കേതമാണ്. വിവിധ ദ്രവ്യങ്ങൾ കൊണ്ടുള്ള ധാര, അഭിഷേകം, ചന്ദനം ചേർത്ത ഉമാമഹേശ്വര പൂജ, സ്വയംവരാർച്ചന, വിദ്യാഗോപാല മന്ത്രാർച്ചന, ചതുശത നിവേദ്യം എന്നീ വഴിപാടുകൾ പ്രധാനമാണ്. സാധാരണ ശിവക്ഷേത്രങ്ങളിൽ ശിവലിംഗ പ്രതിഷ്ഠയാണുള്ളത്. എന്നാൽ ദക്ഷിണാമൂർത്തി ഭാവത്തിൽ ശിവഭഗവാന്റെ ശാന്തസ്വരൂപമായ പ്രതിഷ്ഠയുള്ള ഏഷ്യ ഭൂഖണ്ഡത്തിലെ ഏക ശിവക്ഷേത്രം എന്നുള്ളത് കടപ്പാട്ടൂർ ക്ഷേത്രത്തിന്റെ പ്രത്യേകതയാണ്. ഈ വർഷത്തെ കർക്കിടക വാവ് ബലി ഓഗസ്റ്റ് 12 ബുധനാഴ്ച നടക്കും. പുലർച്ചെ 5 മണി മുതൽ ക്ഷേത്രക്കടവിൽ പിതൃതർപ്പണ ചടങ്ങുകൾ ആരംഭിക്കും. അന്നേ ദിവസം ക്ഷേത്രത്തിൽ തിലഹവനം, നമസ്കാരം, കൂട്ടഗണപതി ഹോമം, വിഷ്ണുപൂജ എന്നിവ നടത്തുന്നതിനുള്ള പ്രത്യേക സൗകര്യങ്ങളും ക്രമീകരിച്ചിട്ടുണ്ട്. ഈ വർഷത്തെ വ്രതാചരണവുമായി ബന്ധപ്പെട്ട എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായതായി ദേവസ്വം പ്രസിഡന്റ് മനോജ് പി നായർ, സെക്രട്ടറി സതീഷ് കളപ്പുരയ്ക്കൽ, ഖജാൻജി ബാബു KR, സിജു CS, KR രവി, മധു കോട്ടൂർ എന്നിവർ പാലാ മീഡിയ ക്ലബിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. i4 ന്യൂസ് പാലാ.